ഹലോ, നമസ്കാരം. നാട്ടിലിപ്പോൾ കുഴഞ്ഞു വീണ് മരണങ്ങൾ സാർവത്രികമാവുകയാണ്. യൗവനത്തിലേക്ക് പിച്ച വയ്ക്കുന്ന ജീവിതങ്ങൾ തന്നെ ഇത്തരത്തിൽ കുഴഞ്ഞു വീണ് മരണപ്പെടുമ്പോൾ ഒട്ടനവധി കുടുംബങ്ങൾ നിത്യ ദുഃഖത്തിലാവുന്നു, തുടർ ജീവിതം പ്രതിസന്ധിയിലുമാവുന്നു. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണം? ഒട്ടുമിക്ക ആൾക്കാരും പലതരം ഊഹാപോഹങ്ങളുടെ പിന്നാലെയാണ്. നമുക്കിതിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. സാധാരണ പലരും പറയുന്നൊരു സംഗതിയുണ്ട്, എനിക്ക് BP നോർമലാണ്, ECG നോർമലാണ്, എൻ്റെ ബ്ലഡ് ഷുഗർ ലെവൽ നോർമലാണ്, എല്ലാം നോർമലായിട്ട് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു, അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ടവർക്ക് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു കുഴഞ്ഞു വീണ് മരണം ഉണ്ടായി? ചോദ്യം പ്രസക്തമാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള കാര്യത്തെ അഡ്രസ്സ് ചെയ്യാൻ നമ്മളാരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം. നമ്മുടെ രക്തത്തിന് ഒരു നിയതമായ സാന്ദ്രതയുണ്ട്. ഈ സാന്ദ്രത കട്ടി അത് വേരി ചെയ്യുമ്പോൾ രക്തം കൂടുതൽ പ്രഷറൈസ് ചെയ്താൽ മാത്രമേ സിരകളുടെ അകത്തോട് ഒഴുകി പോകത്തുള്ളൂ. അപ്പോൾ ഹാർട്ട് കൂടുതൽ ആയാസപ്പെടേണ്ടി വരും. അത്തരത്തിൽ ആയാസപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും രക്തസമ്മർദ്ദം അധികരിക്കും. ഈ രക്തത്തിൻ്റെ സാന്ദ്രത കൂട്ടുന്ന ഘടകങ്ങൾ, അതിൽ അധികരിച്ച അളവിലെ കൊളസ്ട്രോൾ, അധികരിച്ച അളവിലെ ഷുഗർ, അധികരിച്ച അളവിലെ യൂറിക് ആസിഡ്, അധികരിച്ച അളവിലെ മറ്റ് ലവണങ്ങൾ എന്നിവയൊക്കെയാണ്. ഇതിനുപരി രക്തക്കുഴലുകൾ, സിരകൾ, അവയുടെ ധമനികൾ മുതലായവയുടെ ഉൾഭിത്തി ജരാവസ്ഥ പ്രാപിക്കുകയും അവ ഈ രക്തസമ്മർദ്ദത്തെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ, തിരിച്ച് പ്രഷറൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകും. മറ്റൊന്ന്, ഹൃദയത്തിന് ഒരു ഹൈപ്പർട്രോപ്പി എന്ന് പറയുന്ന ഒരവസ്ഥാവിശേഷം വന്നിട്ട് ഈ വാൽവുകൾ പ്രോപ്പറായിട്ട് അടഞ്ഞാലും റീഗർജിറ്റേഷൻ ഓഫ് ബ്ലഡ് ഉണ്ടാവുകയും അത്തരത്തിൽ അനുബന്ധമായി തലച്ചോറിലും മറ്റ് പ്രധാന സ്ഥലങ്ങളിലുമൊക്കെ കൃത്യമായ അളവിൽ രക്തം എത്തിക്കാൻ കഴിയാത്ത ഒരവസ്ഥയും ഒക്കെ ഉണ്ടാകും. ഈ ECG കൊണ്ട് അർത്ഥമാക്കുന്നത് ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിന് ആവശ്യമായ ഇലക്ട്രിക് ഇമ്പൾസുകൾ പ്രോപ്പറായിട്ട് എത്തുകയും അവയുടെ സംഗതികളുമൊക്കെ മാത്രമാണ്. മറിച്ച് ഈ രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അതിൻ്റെ എൻഡോത്തീലിയൽ ലൈനിങ്ങിന് വരുന്ന ഹൈപ്പർട്രോപ്പി, അതിൻ്റെ ഇൻഫ്ലമേറ്ററി സൈൻസ്, ഇതൊക്കെ നിരന്തരം ഉണ്ടാകുമ്പോൾ ഇതിന് ജരാവസ്ഥ വരും. ഇത്തരത്തിൽ ജരാവസ്ഥ വന്ന രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ ഈ രക്തത്തിൻ്റെ അധികരിച്ച ഇൻഗ്രീഡിയൻസ് പലതും പറ്റിപ്പിടിക്കാനുള്ള സാധ്യതയും ഉണ്ടാകും. ഇത്തരത്തിൽ പ്രമുഖ സ്ഥാനത്ത് വരുന്ന ഒരു സംഭവമാണ് കാൽഷ്യം പരലുകൾ. ഇത്തരം കാൽഷ്യം ക്രിസ്റ്റലുകൾ ജരാവസ്ഥ വന്ന എൻഡോത്തീലിയൽ ലൈനിങ്ങിന് ഇൻഫ്ലമേഷൻ വന്ന് ഹീൽ ചെയ്യപ്പെട്ടതിന് ശേഷം അതിൽ ഈ കാൽഷ്യം ക്രിസ്റ്റലുകൾ പറ്റിപ്പിടിക്കുകയും ഈ ഒരു റഫ് സബ്സ്ട്രേറ്റം ഈ കുഴലുകളുടെ ഉൾഭിത്തിയിൽ ഉണ്ടാക്കുകയും ചെയ്യും. ഈ റഫ് സബ്സ്ട്രേറ്റത്തിൽ തുടർന്ന് കൊളസ്ട്രോള്, യൂറിക് ആസിഡ് മുതലായവ പറ്റിപ്പിടിച്ച് അതിൻ്റെ കാപ്പിലറി ലൂമൻ, അതിൻ്റെ ഉൾഭിത്തിയുടെ വ്യാസം കുറയ്ക്കുന്നു. ഇത്തരത്തിൽ വ്യാസം കുറഞ്ഞ സ്ഥലങ്ങളിൽ രക്തം കൂടുതൽ പ്രഷറൈസ് ചെയ്യുകയും രക്തത്തിലെ ഘടക കോശങ്ങൾ അവ പൊട്ടുകയും ചെറിയ മൈക്രോ ക്ലോട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും. ഈ മൈക്രോ ക്ലോട്ടുകൾ ഈ ബ്ലഡിനൊപ്പം തന്നെ ഒഴുകി പോവുകയും അത് ചില ബ്ലണ്ട് എൻഡുകളിൽ പോയി അടയുകയും ഒക്കെ ചെയ്യും. ഇത്തരത്തിൽ ആ സ്ഥലങ്ങളിലോട്ട് രക്തം ഓടാതെ വരികയും ഒഴുകാതെ വരികയും അവിടെ ഒരു അജീർണം, ഒരു സ്ക്ലീറൈറ്റിസ് ഇസ്കീമിയ ഉണ്ടാവുകയും അത്തരത്തിൽ കോശങ്ങൾ മൃതമായി പോവുകയും ചെയ്യും. ഇത് ബ്രെയിൻ പോലുള്ള ഭാഗങ്ങളിലാണെങ്കിൽ ആ ഭാഗം നിയന്ത്രിക്കുന്ന മറ്റ് നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ അപക്ഷയം വരും. ഇത് വളരെ മർമ്മപ്രധാനമായ ഭാഗങ്ങളിലാണ് സംഭവിക്കുന്നതെങ്കിൽ പെട്ടെന്ന് ആളിന് ബ്രെയിൻ സ്ട്രോക്കോ ഒക്കെ വന്നിട്ട് മരണപ്പെടുകയും ഒക്കെ ചെയ്യും.
ഇത്തരണത്തിൽ നമ്മൾ ഈ സപ്ലിമെൻറ്റുകൾ, നിരുപാധികം കാൽഷ്യം സപ്ലിമെൻറ്റുകൾ മുതലായവ വാരി വിഴുങ്ങുമ്പോൾ അറിയുക, ഇവ അധികരിച്ച അളവിൽ ബ്ലഡിൽ ഉണ്ടായി കഴിയുമ്പോൾ ഇവ രക്തക്കുഴലുകളുടെ ഉള്ളിൽ ചില ഘടനാപരമായ വ്യതിയാനങ്ങൾ ഉണ്ടാക്കും എന്ന സംഭവം. അപ്പോൾ നമ്മൾ ഈ ECG നോർമലാണ്, കൊളസ്ട്രോൾ നോർമലാണ്, ഷുഗർ ലെവൽ നോർമലാണ്, എന്നിട്ടും എന്തുകൊണ്ട് സ്ട്രോക്ക് വരുന്നു, എന്തുകൊണ്ട് ഈ കുഴഞ്ഞു വീണ് മരണം ഉണ്ടാകുന്നു എന്നുള്ളതിന് ഉള്ള കാരണം, ബേസിക് കാരണം, അടിസ്ഥാന കാരണം ഇതാണെന്നുള്ള കാര്യം നമ്മളാരും തിരിച്ചറിയുന്നുമില്ല. തിരിച്ചറിഞ്ഞാൽ തന്നെ അതിനെ ഉൾക്കൊള്ളാൻ നമ്മളാരും തയ്യാറുമല്ല. ഏവരും ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ.